മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറിച്ചു മാറ്റാൻ ചിലർക്ക് കഴിയില്ല. ഇവിടെ സോജനും അങ്ങനെയാണോ? അതോ അവൻ വെറുതെ നടിക്കുന്നതോ? തനി നാടൻ ഗ്രാമമായ പുല്ലരിയിൽ മുളപൊട്ടുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം ഓഡിയോ ആവിഷ്കാരം 24-ാം ഭാഗം. സിൽവിക്ക് TTCക്ക് അഡ്മിഷൻ കിട്ടിയത് മാനേജ്മെൻറ്റ് കോട്ടയിലാണ്. അച്ഛന്മാർക്ക് കൂടുതൽ താല്പര്യം മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്നും കൊടുക്കുന്നതായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ മെറിറ്റ് കോട്ടയിൽ കിട്ടാൻ മാത്രം മാർക്ക് അവൾക്കുണ്ടായിരുന്നുമില്ല. വളരെ ചെറിയ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത് കുറവ് തന്നെയാണല്ലോ. കുറച്ച് പണം കൊടുക്കാൻ അപ്പച്ചന് ഒരു മടിയും ഉണ്ടായിരുന്നുമില്ല. അഡ്മിഷൻ്റെ കാര്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും സിൽവിക്ക് അറിയേണ്ടി വന്നുമില്ല. അതൊക്കെ ചെയ്തത് അപ്പച്ചൻ തന്നെയാണ്. അങ്ങനെ സിൽവി ബെനഡിക്റ്റൻ കോളേജ് ഓഫ് ടീച്ചർ ട്രെയിനിങ്ങിലെ 1-ാം വർഷ വിദ്യാർത്ഥിനിയായി. ആഗ്രഹം പോലെ അഡ്മിഷൻ കിട്ടിയതിൽ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. ജൂൺ മാസം ആദ്യം തന്നെ ക്ലാസ്സുകൾ തുടങ്ങി. കോളേജ് ബസ്സിൻ്റെ സർവീസ് പുല്ലരിയിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കോളേജ് ബസ്സിൽ തന്നെ വീടിൻ്റെ അവിടെ നിന്നും കയറി കോളേജിൽ പോയി തിരിച്ചു വരാമായിരുന്നു. സിൽവിയുടെ സഹപാഠികളിൽ അവളുടെ പ്രിയ കൂട്ടുകാരി ജാസ്മിനും അതേ കോളേജിൽ TTCക്ക് ചേർന്നിരുന്നു. ജാസ്മിൻ ലൈനാക്കി വെച്ചിരുന്ന സിബി മറ്റേതോ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അതിനെപ്പറ്റി മറ്റു വിവരങ്ങളൊന്നും ജാസ്മിനും അറിയത്തില്ല. ഏതായാലും വായിനോക്കികളിൽ പലരും തോറ്റുപോയി. ജയിച്ചവർക്ക് തന്നെ തീരെ മാർക്കും കുറവാണ്. അവരിൽ തന്നെ സോജനും അവൻ്റെ കുറേ വാലുകളും സിൽവി പഠിക്കാൻ പോയ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സമാന്തര കോളേജിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞാണ്. ഒരു ദിവസം സിൽവി വീട്ടിലേക്ക് പോരാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ തിടുക്കപ്പെട്ട് നടന്നു വരുന്ന സോജനെ കണ്ടു. പുറത്ത് ബാഗ് കിടപ്പുണ്ട്. പഠിക്കാൻ മടിയനായ ഇവൻ ഇനിയും പഠിക്കാൻ തീരുമാനിച്ചോ? നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതായിരിക്കുമോ? അതോ ഈ വായ്നോട്ടം വീട്ടിലിരുന്നാൽ നടക്കില്ല എന്നതുകൊണ്ടാണോ? വായ്നോക്കിയാണെങ്കിലും ആള് പാവമാണ്. ആർക്കും ഒരു ഉപദ്രവവുമില്ല. ചുമ്മാ കണ്ട് സന്തോഷിക്കുന്നു എന്ന് മാത്രം. അതിനെക്കൊണ്ട് ആർക്ക് എന്തു ദോഷം? സിൽവിയെ കണ്ടതുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. തൊട്ടടുത്ത് വന്നു കണ്ടപ്പോൾ പിന്നെ എന്തെങ്കിലും മിണ്ടാതിരിക്കാൻ പറ്റുമോ? നീയല്ലേടാ പഠിത്തം മതിയാക്കുന്നു, വേറെ എന്തെങ്കിലും ഇടപാടാണ് ഇനി എന്നൊക്കെ പറഞ്ഞത്? പിന്നെയും എന്നിട്ട് പഠിക്കാൻ വരുന്നുണ്ടോ? എൻ്റെ ആഗ്രഹവും പദ്ധതിയും ഒക്കെ വേറെയായിരുന്നു. നീ അതിന് സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മൾ രണ്ടും കല്യാണം കഴിച്ച് സുഖമായി വീട്ടിലായിരുന്നേനെ ഇപ്പോൾ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നിനക്കും അറിയാമല്ലോ. എന്തിനാ വെറുതെ പറയാൻ നിൽക്കുന്നത്? എടാ, ഒരു കാര്യം പറയാൻ വിചാരിച്ചാൽ പിന്നെ അത് നീട്ടിക്കൊണ്ടു പോകരുത്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ. നീ ഇവിടെ പഠിക്കാൻ ചേർന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്തൊരു പാരലൽ കോളേജിൽ ചേർന്നത്. 2-3 കൊല്ലം നിന്നെ കാണാമല്ലോ. നീ അങ്ങനെ നിരാശപ്പെടുകയോ ഒന്നും വേണ്ട സോജ. നിനക്ക് വേണ്ടി എന്നേക്കാൾ നല്ല ഒരാൾ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടാകും. അത് തീർച്ചയാണ്. നിന്നേക്കാൾ നല്ല ആരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സംസാരം അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. പിന്നെ കോളേജിലെ കാര്യവും TTC എടുക്കാനുണ്ടായ കാരണവും ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബസ് വന്നു. സിൽവി പോരുകയും ചെയ്തു. കോളേജും കോളേജ് അന്തരീക്ഷവും സിൽവിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കോളേജ്.
വിശാലമായ മുറ്റവും കളിസ്ഥലവും കോൺഫറൻസ് ഹാളുകളും ക്യാൻറ്റീനും ഉണ്ട്. അകലെ നിന്നുള്ള കുട്ടികൾക്ക് താമസിക്കാനായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ഹോസ്റ്റലുകളുണ്ട്. ആൺകുട്ടികൾ വളരെ കുറവാണ്. അവരുടെ ക്ലാസ്സിൽ ആകെയുള്ളത് 32 കുട്ടികളാണ്. അതിൽ 7 പേർ മാത്രമാണ് ആൺകുട്ടികൾ. ബാക്കി എല്ലാവരും പെൺകുട്ടികൾ. ഒരു വനിതാ ഭൂരിപക്ഷ പ്രദേശമാണ് അവരുടെ ക്ലാസ് മുറി എന്ന് പറയാം. എന്നാലും ഉള്ളവന്മാർ വലിയ ഗമയിൽ പറയും, നഞ്ചെന്തിനാ നന്നാഴി എന്ന്. സൈക്കോളജി പഠിപ്പിക്കുന്നത് ഒരു മാഷാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ് എന്ന് തോന്നിപ്പോകും. അതിന് പറ്റിയ രീതിയിലുള്ള വേഷവിധാനങ്ങളോടെയാണ് ക്ലാസ്സിലേക്ക് വന്നത്. മെലിഞ്ഞുണങ്ങിയ ശരീരം നീണ്ട ജുബ്ബയിലും മുണ്ടിലുമായി മറച്ചിരിക്കുന്നു. നീണ്ട മുടി അശ്രദ്ധമായി ചീകി വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുദ്ധിജീവികൾക്കായുള്ള ഊശാൻ താടിയും വെച്ച ഒരു മനുഷ്യൻ. പേര് ദിനേശൻ. ദിനേശൻ മാഷാണ് വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രം എന്ന വിഷയം ആദ്യം അവർക്കായി പഠിപ്പിച്ചു തുടങ്ങിയത്. പ്രത്യക്ഷത്തിൽ ആ വിഷയം വിരസമായി തോന്നിയാലും ക്രമേണ ക്ലാസ്സുകൾ നല്ല രസമായി. നന്നായി ക്ലാസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള അധ്യാപകനാണ് ദിനേശൻ. അതുകൊണ്ട് തന്നെ താരതമ്യേന വിഷമകരമായ ആ വിഷയം കുട്ടികൾക്ക് എളുപ്പമായി തോന്നുകയും ചെയ്യും. പെഡഗോഗി ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നത് ഒരു ടീച്ചറാണ്. +2 ക്ലാസ്സിൽ അവരെ പഠിപ്പിച്ച അർച്ചന മിസ്സിൻ്റെ ആരെങ്കിലും ആണോ എന്ന് തോന്നിപ്പോകും. നല്ലവണ്ണം മേക്കപ്പിട്ട് സുന്ദരിയായിട്ടാണ് മിസ് ക്ലാസ്സിൽ വരിക. പൊതുവെ പ്രസന്നവദനയായി ക്ലാസ്സിലേക്ക് എത്തുകയും സുന്ദരമായി തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന മിസ്സിൻ്റെ പേര് ലാലി എന്നാണ്. ലാലി മിസ്സിനെയും സിൽവിക്കും കൂട്ടുകാരികൾക്കും ഇഷ്ടപ്പെട്ടു. ആദ്യ ദിവസം വന്ന 2 അധ്യാപകരും വളരെ നന്നായി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു. അതുകൊണ്ട് ക്ലാസ്സുകളോടൊരു താല്പര്യം സിൽവിക്ക് മനസ്സിലുണ്ടായി. ഇൻ്റർവെൽ സമയമായപ്പോൾ +2 കാലത്തെ പതിവ് പോലെ സിൽവി ജാസ്മിനെയും കൂട്ടി ക്യാൻറ്റീൻ തപ്പി പോയി. എവിടെയാണ് ക്യാൻറ്റീനെന്ന് വ്യക്തമായി അവർക്ക് അറിയില്ലായിരുന്നു. എങ്കിലും വഴിയിൽ വെച്ച് കണ്ട ചേച്ചിമാരോട് ചോദിച്ചു. ക്യാൻറ്റീൻ കണ്ടുപിടിച്ചു. ചേച്ചിമാർ പരസ്പരം പറയുന്നത് കേട്ടു. ഇവളുമാരെ കണ്ടിട്ട് തീരെ പാവങ്ങളാണെന്നൊന്നും തോന്നുന്നില്ല. വന്ന അന്ന് തന്നെ ക്യാൻറ്റീൻ തപ്പിപ്പോകുന്ന പോക്ക് കണ്ടില്ലേ. പോട്ടടി, പിള്ളേർക്ക് ദാഹിച്ചിട്ടായിരിക്കും. വെള്ളം കുടിക്കാൻ പോകുന്നതാവും പാവങ്ങൾ. അതെ അതെ, ആരെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നതാണെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നേരത്തെ കോളേജിലെ സോജനെയും സിബിയെയും ഒക്കെ പോലെ ഇവിടെയും തുപ്പലിറക്കികൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. അവിടെ കാറ്റാടി മരം ആയിരുന്നെങ്കിൽ ഇവിടെ മരം അല്പം മാറ്റമുണ്ടെന്ന് മാത്രം. നിരനിരയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ബദാം മരങ്ങൾക്ക് കീഴിലാണ് അവന്മാരുടെ ക്യാമ്പ്. മുടിയും താടിയും നീട്ടി വളർത്തിയ അവന്മാർ സുന്ദരിമാരെ തേടിയുള്ള നിൽപ്പാണ്. ഒരു കടാക്ഷമെങ്കിലും കിട്ടിയാൽ ജീവിതം ധന്യമായി എന്ന മട്ടിൽ പാവങ്ങൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സിൽവിക്ക് നല്ല ചിരിയാണ് വന്നത്. ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ ഇത്തരം 2-3 എണ്ണം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒരു കുറവുമില്ല. ജാസ്മിൻ എന്തായാലും അവരെ നോക്കി ഒന്ന് ചിരിച്ചു. നീ എന്തിനാ അവറ്റകളെ നോക്കി ചിരിക്കാൻ പോയത്? നാളെ നോക്കിക്കോ, അവർ നിൻ്റെ പുറകെ വരും. പേര് ചോദ്യവും മറ്റു വിവരങ്ങൾ ചോദ്യവും ഒക്കെയാകും. കുറേ കഴിയുമ്പോൾ പ്രേമവുമാകും. ഒന്ന് പോടി, പാവങ്ങൾക്ക് തൽക്കാല ശമനത്തിന് ഒരു മരുന്ന് കൊടുത്തതല്ലേ. ഇനി അവന്മാർ നാളെ കൂടെ വന്നാൽ അപ്പോൾ ഞാൻ കാര്യങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്തു കൊള്ളാം. നീ വിഷമിക്കല്ലേ. അവർ നടന്ന് ക്യാൻറ്റീനിലെത്തി.
നല്ല സൗകര്യമുള്ള വിശാലമായ ഒരു കെട്ടിടമാണത്. 100ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. ചായയും കടിയും ഓർഡർ ചെയ്തു കഴിഞ്ഞ് അവർ പരിസരമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചായയും ഒരു പാത്രത്തിൽ കഴിക്കാനുള്ളതുമായി സപ്ലയർ വന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. സപ്ലയർ ആയാലും ക്യാൻറ്റീൻ ആയാലും നേരത്തേതിനേക്കാൾ ഉഗ്രനാണ്. അന്നത്തെ കോളേജിലെ ക്യാൻറ്റീൻ ഒരു വകയ്ക്ക് കൊള്ളുകയിലായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ ചോദിച്ചു, നീ നിൻ്റെ സാറിനെ ഇപ്പോൾ കാണാറില്ലേ? അതോ നീ അത് വിട്ടോ? പുതിയ വല്ല കൊമ്പിലേക്കും ചാടാനെങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ടോടി? ജാസ്മി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെ ചാടാനല്ല ഞാൻ സാറിനെ ഇഷ്ടപ്പെട്ടത്. എടി, കാണുകയോ വർത്തമാനം പറയുകയോ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ പോലും ക്രമേണ എല്ലാം തണുത്തു പോകും. കുറച്ചുകൂടി ആക്റ്റീവായ ആരെയെങ്കിലും കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് തിരിയുകയും ചെയ്യും. അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും കാണുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യണം. കാണുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നില്ലെന്ന് ആര് പറഞ്ഞു? റിസൾട്ടിൻ്റെ കാര്യം പറയാൻ ഞാൻ അവിടെ പോയി. പറഞ്ഞപ്പോൾ എന്നോട് സ്വകാര്യത്തിൽ പറയുകയല്ലേ. പ്രത്യേകം നന്ദിയൊന്നും പറയണ്ട, നിനക്ക് കിട്ടുന്നത് എനിക്കും കൂടെയാണെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ എടി ശരീരമാകെ എന്തോ ഒരു പ്രത്യേക ഇതായിപ്പോയടി. കാര്യങ്ങളങ്ങനെ നന്നായി നടക്കുന്നുണ്ടല്ലോ, അത് മാത്രം കേട്ടാൽ മതി. നിന്റെ കാര്യം സുഖമായി നടക്കുമെടി, നീ ഭാഗ്യവതിയാ. ചായ കുടിയും കഴിഞ്ഞ് പണം നൽകി അവർ കോളേജിലേക്ക് നടന്നു. അന്ന് കോളേജ് ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ മുൻപിൽ തന്നെ ജിമ്മിയും നടക്കുന്നുണ്ട്. ഇന്നെന്താണാവോ വണ്ടി എടുക്കാത്തത്? വണ്ടിക്ക് വല്ല തകരാറുമുണ്ടായിട്ടാണോ? അതോ അമ്മച്ചി എന്തെങ്കിലും പരിഭവം പറഞ്ഞു കാണുമോ? അന്നത്തെ അപകടത്തിന് ശേഷം വണ്ടിയെടുക്കുന്നത് അമ്മച്ചിക്ക് തീരെ ഇഷ്ടമല്ല. എന്നാലും എടുക്കാറുണ്ട്. അതുപോലെ ഇന്ന് ലേശം നേരത്തെയുമാണല്ലോ. 5 മണി കഴിഞ്ഞാലും ഓഫീസിൽ നിന്നിറങ്ങാത്ത ആളാണല്ലോ. എന്തു പറ്റി? അത്രയും ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജിമ്മി തിരിഞ്ഞു നിന്നു. അടുത്തേക്ക് നടന്നു വരുന്ന അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ സിൽവി അങ്ങ് വല്ലാതെയായി. ഇന്നെന്താ സാറേ നേരത്തെ ഇറങ്ങി നടക്കാമെന്ന് വെച്ചത്? ദിവസം കുറേ ആയില്ലേ തമ്മിൽ കണ്ടിട്ട്. അതുകൊണ്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഇന്ന് നടക്കാമെന്ന് വെച്ചത്. നീ വരുന്ന സമയം എനിക്കറിയാമായിരുന്നു. അകലെ നിന്നും വണ്ടി വരുന്നത് കണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് നടന്നു തുടങ്ങിയത്. നന്നായി, അവിടെ വരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകാമല്ലോ. കുറച്ചു ദൂരമേ ഉള്ളൂ, പെട്ടെന്ന് അവിടെ എത്തും. സാറിൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞു പോയാൽ പിന്നെ പറയുകയും വേണ്ട. ഇച്ചിരി കൂടി ദൂരമാകാമായിരുന്നു എങ്കിൽ അത്ര നേരവും കൂടെ കൂടുതൽ ഒരുമിച്ച് പോകാൻ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? രണ്ടും കൂടി വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചെല്ലുന്നത് നോക്കി അന്നമ്മ ചേടത്തി ഒരു കള്ളച്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. ഈ കഥാഭാഗം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. നോവലിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റന്നാൾ വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.